കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറിയിൽ ഉൾപ്പെടെ മണ്ണിനടിയിൽപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ശനിയാഴ്ച രാവിലെ പുനരാരംഭിച്ചു. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് തിരച്ചിൽ നിർത്തിവെക്കുകയാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു. ബംഗളൂരുവിൽ നിന്ന് റഡാർ ഡിവൈസ് എത്തിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുമുണ്ട്. വളരെ ആഴത്തിലുള്ള വസ്തുക്കൾ വരെ കണ്ടെത്താൻ കഴിയുന്ന റഡാറാണ് അപകടം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരിക. രാവിലെ തന്നെ റഡാർ ഉപകരണം സ്ഥലത്തെത്തിക്കാനാണ് ശ്രമം. ലോറിയുള്ള സ്ഥലം ഈ റഡാർ വഴി കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ദിശ നോക്കി മണ്ണെടുപ്പ് നടക്കും. നാവികസേന, NDRF, SDRF, പോലീസ്, അഗ്നിശമന സേനാ സംഘങ്ങൾ ചേർന്നാണ് രക്ഷാദൌത്യം തുടരുക. കേരളത്തിൽ നിന്ന് MVI സംഘവും അപകട എത്തിയിട്ടുണ്ട്. റഡാർ എത്തിയാൽ മണ്ണിനടിയിൽ മാത്രമല്ല നദിയിലും തിരച്ചിൽ നടത്തും. ലോറിയുടെ ലൊക്കേഷൻ അവസാനമായി കാണിച്ച സ്ഥലത്തേക്ക് ഇനി 100 മീറ്ററോളം ദൂരം മാത്രമാണ് ഉള്ളത്. 6 ആൾ പൊക്കത്തിലാണ് മണ്ണിടിഞ്ഞു കിടക്കുന്നത്. ശനിയാഴ്ച ഉച്ചയോടെ ശുഭവാർത്ത കേൾക്കാൻ സാധിക്കുമെന്നാണ് KC വേണുഗോപാൽ MP പറഞ്ഞത്. കർണാടക മുഖ്യമന്ത്രി വിവരങ്ങൾ നേരിട്ടറിയിക്കുന്നുണ്ടെന്നും കാലാവസ്ഥ പ്രതികൂലമായതാണ് രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. 17-ാം തീയതി രാവിലെയും ഉച്ചയ്ക്കുമെല്ലാം കേരളത്തിൽ നിന്ന് പോയ അർജുന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും കർണാടക പോലീസിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കേസെടുക്കാൻ തയ്യാറായില്ലെന്ന് അർജുന്റെ സഹോദരി പറഞ്ഞു. അർജുന്റെ കുടുംബം ബന്ധപ്പെടാൻ വൈകിയെന്ന ഉത്തര കന്നഡ ജില്ലാ പോലീസ് മേധാവിയുടെ വാദവും കുടുംബം തള്ളി. സംഭവം നടന്ന ദിവസം തന്നെ പോലീസിനെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു. പിറ്റേ ദിവസം 2 തവണ അങ്കോള പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ബന്ധുക്കൾ പരാതിയും നൽകി. FIR ഇടാൻ പോലും പോലീസ് തയ്യാറായില്ല. സാങ്കേതിക കാരണം ചൂണ്ടിക്കാട്ടി FIR ഇട്ടില്ല. SP പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. കുറച്ചുകൂടെ നേരത്തെ നടപടികൾ സ്വീകരിക്കാമായിരുന്നുവെന്നും കുടുംബം പറഞ്ഞു. ബുധനാഴ്ച തന്നെ ചേവയാർ സ്റ്റേഷനും പരാതി നൽകിയിരുന്നുവെന്ന് അർജുന്റെ സഹോദരിമാർ പറഞ്ഞു. MP MK രാഘവൻ സന്ദർശനവും നടത്തി. MLA തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരും കൂടെയുണ്ടായിരുന്നു. കർണാടക മുഖ്യമന്ത്രിയുമായും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുമായും സംസാരിച്ചു. അവിടെ ഈ എർത്ത് നീക്കാനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞു. കൂടുതൽ റെസ്ക്യൂ ഓപ്പറേഷന് നേവലാണ് നല്ലതെന്ന് അഭിപ്രായപ്പെട്ടു. നേവലിനോട് ആവശ്യപ്പെട്ട് നേവൽ പോവുകയാണ് അങ്ങോട്ടെന്നാണ് എന്നെ അറിയിച്ചത്. ഇപ്പോൾ ഞാൻ വീണ്ടും അവരെ ബന്ധപ്പെടാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയെങ്കിലും അർജുനെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ ഡീറ്റെയിൽസും അയച്ചു കൊടുത്തു. അർജുൻ്റെ എല്ലാ ഡീറ്റെയിൽസും അയച്ചു കൊടുത്തു. വണ്ടിയുടെ നമ്പർ പോലും അയച്ചു, മൊബൈൽ നമ്പർ എല്ലാം അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, അവർ എനിക്ക് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ എന്നെ അറിയിച്ചത്. NHൻ്റെ ആളുമായി ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയാണ്. NHനും വലിയ ഉത്തരവാദിത്വമുണ്ട് ഈ കാര്യത്തിൽ. ഗവൺമെൻറ് മാത്രമല്ല, NHനും വലിയ ഉത്തരവാദിത്വമുണ്ട്. ഏതായാലും എല്ലാവരും ബന്ധപ്പെട്ട് വരിക. എങ്ങനെയെങ്കിലും അർജുനെ രക്ഷപ്പെടുത്തിയെടുക്കുക നമ്മുടെ ആദ്യത്തെ ദൗത്യം അതാണ്. അതിലെല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നു, ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയാണ്. ഏതായാലും അത് ഇന്നത്തോടുകൂടി നമുക്ക് അത് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, പ്രതീക്ഷ. കോഴിക്കോട്ടെ വീട്ടിൽ അർജുനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കുടുംബം. രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന്റെ സഹായം തേടണമെന്ന് അർജുന്റെ ഭാര്യ സഹോദരൻ ജിതിൻ ആവശ്യപ്പെട്ടിരുന്നു. വെള്ളിയാഴ്ച രാത്രി രക്ഷാപ്രവർത്തനം നടത്താൻ വലിയ ലൈറ്റുകളടക്കം കൊണ്ടുവന്നത് പ്രദേശത്ത് സജ്ജമാക്കിയിരുന്നു. കനത്ത മഴയെ അവഗണിച്ചും തിരച്ചിൽ അല്പസമയം കൂടി തുടരുകയും ചെയ്തു. എന്നാൽ മേഖലയിൽ അതിശക്തമായ മഴ പെയ്യുന്നതിനാൽ കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ തിരച്ചിൽ നിർത്തിവെക്കുകയാണെന്നും കളക്ടർ അറിയിക്കുകയായിരുന്നു. തിരച്ചിലുമായി ബന്ധപ്പെട്ട അർജുന്റെ കുടുംബത്തിന്റെ പരാതി മുഖ്യമന്ത്രി അറിയിച്ചുവെന്നും ആ കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.